കണ്ണൂരിൽ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോരുമുറുകുന്നു. മന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ആക്രമണം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നുമാണ് CPM ആരോപണം. വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറൊരു പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ. അപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. UDF എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പം ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പോലീസ് കൃത്യമായി ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു എന്നുള്ളതും ദൃശ്യങ്ങളിൽ എവിടെയും ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അല്ല, അത് പറയുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി ആക്രമണം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നെ ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. നല്ലപോലെ സൂക്ഷിച്ച് ദൃശ്യം നോക്കുക, അപ്പോൾ മനസ്സിലാവും. ശരി, പറഞ്ഞു. എന്താ ചോദിക്കാൻ കാരണം? അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ മുഴുവൻ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സംഭവം നടന്നിട്ടുണ്ട്? അവിടെയൊക്കെ പോലീസ് വീഴ്ച ഉള്ളതുകൊണ്ടാണോ സംഭവം നടക്കുന്നത്? എന്നാൽ മന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ പോയിട്ടില്ലെന്നും കറുത്ത ഷർട്ടുകാരൻ മന്ത്രിയുടെ ഗൺമാനാണെന്നുമാണ് കോൺഗ്രസിന്റെ മറുപടി. ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുന്ന വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അവർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം ആക്രമണം നടത്തിയാണ്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായൊരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിലാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. മന്ത്രിക്ക് പരിക്കേറ്റതിന് പിന്നാലെ പലയിടത്തും സംഘർഷമുണ്ടായി. കണ്ണൂർ കൊടിയേരിയിൽ
കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കഴുത്തിന് ക്ഷതമേറ്റ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. മന്ത്രി ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, മന്ത്രിയുടെ വിദഗ്ധ സംഘമുണ്ട്, പരിശോധനയുണ്ട്, ഒപ്പം ആരോഗ്യസ്ഥിതി കാര്യമായി നോക്കുന്നുമുണ്ട്, പരിശോധിക്കുന്നുമുണ്ട്, ചില സ്കാനിങ്ങുകളും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇന്ന് മുഴുവൻ അവിടെ തുടരാനാണോ തീരുമാനം? രഞ്ജിത്തെ, മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഇപ്പോൾ ഇന്ന് ആശുപത്രിയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അതോടൊപ്പം മന്ത്രിക്ക് കഴുത്തിന് വേദന കുറവില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തുടരണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ന്യൂറോളജി വിഭാഗം സംഘം ഇത്തരത്തിലുള്ളൊരു യോഗം ചേർന്നാണ് ഇത്തരം ഒരു കാര്യം വിലയിരുത്തിയത്. കഴുത്തിന് പിറകിലുള്ള ഇത്തരത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട്, നേരിയ ക്ഷതമുണ്ട്. അതാണ് കൈക്കും ഉൾപ്പെടെ വേദന വരാനുള്ള കാരണം. അപ്പോൾ വേദന കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഡിസ്ചാർജ് ഇല്ല. ഏതായാലും ഇന്ന് തുടരും. അതിനുശേഷം പിന്നീട് പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രത്യാരോപണങ്ങൾ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ MP ജയരാജൻ ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു ദൃശ്യം, അതായത് ഒരു കറുത്ത വസ്ത്രമിട്ട ഒരാൾ മന്ത്രിക്കരികിൽ എത്തി എന്ന് പറഞ്ഞ് ദൃശ്യം ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യം അത് ഗൺമാൻ ആണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അതിനെ കൃത്യമായി അതിൽ മറുപടി പറയുന്നുണ്ട്. അത് ഗൺമാൻ ആണ്, ഈ ഗൺമാന്റെ പരാതിയിലാണ് ഇതിൽ നിലവിൽ കേസ് പോലും എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിൽ ഇത് മന്ത്രിയുടെ നാടകമാണ്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥകൾ വലിയ തോതിലുണ്ട്. ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് അത് മറച്ചു വെക്കാനാണ് ഇത്തരം സംഭവം നടക്കുന്നതൊക്കെ തരത്തിൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോഴും ഈ CPM പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്നലെയാണെങ്കിൽ വലിയ തോതിലുള്ള സംഘർഷം കണ്ണൂരിലുണ്ടായി. തലശ്ശേരിയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കൊടിയേരിയിലുള്ള കോൺഗ്രസ് ഓഫീസിന് തീയിടുന്ന സാഹചര്യം ഉണ്ടായി. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നാണെങ്കിൽ ഇതിൽ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് വൈകിട്ടാകുമ്പോഴേക്കും പല പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ 5 പേരാണ് ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത്. അതായത് KSU ജില്ലാ പ്രസിഡന്റ് MS അതുൽ ഉൾപ്പെടെ 5 പേർ ഇതിൽ റിമാൻഡിലായിട്ടുണ്ട്. അത് കൂടാതെ AKG ഹോസ്പിറ്റലിന് സമീപത്ത് മന്ത്രിയുടെ വാഹനം തടയുകയും അതിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് തകർത്തു എന്ന പരാതിയിൽ 10 യൂത്ത് ലീഗ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെയായും കൃത്യമായ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു ദൃശ്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. കൃത്യമായി ഈ ഒരു CPMന്റെ പ്രചരണം അതിന് കൃത്യമായി അവർ മുൻനിർത്തി പറയുന്നത് തന്നെയാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പരിഹാസവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത്തരം ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവർക്ക് 1 പവൻ സ്വർണം ഇനാം പ്രഖ്യാപിക്കുന്ന തരത്തിൽ അത്തരം കൗതുകരമായ കാര്യങ്ങളും കണ്ണൂരിൽ നിന്നും കാണുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വലിയ പ്രത്യാരോപണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ ചർച്ച ചൂടേറിയ ചർച്ച തന്നെ മാറും. തെരഞ്ഞെടുപ്പിന് ഒരു പ്രചരണ ആയുധം എന്ന നിലയിൽ CPM ഉയർത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ ഇതുവരെ മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ റെയിൽവേ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച CCTVയിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് ഡിവിഷന് കത്തയച്ചിട്ടുണ്ട്. ആ ദൃശ്യം ശേഖരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉള്ളത്. നിലവിൽ 11 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 9 BNS പ്രകാരവും 2 റെയിൽവേ ആക്ട് പ്രകാരവുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇവർ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മന്ത്രിക്കരികിലെത്തി മന്ത്രി ആക്രമിച്ചു എന്നാണ് FIRൽ പറയുന്നത്. ആയുധം ഉപയോഗിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ FIRമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. VD സതീശനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി വലിയ തോതിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും വൈകിട്ടും കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. മന്ത്രിയുടെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത്. വെക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം ഇരുവിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പ്രതിഷേധം രംഗത്തും ഒപ്പം പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.